ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പാറു, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ആദ്യം ഈ പാത്രങ്ങളൊക്കെ കഴുകണം. അതിനുശേഷം പച്ചക്കറി അരിയണം. സാമ്പാറിനുള്ളതും അവിയലിനുള്ളതും പ്രത്യേകം അരിയണം. അത് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. പാത്രങ്ങള് കിണറ്റിങ്ങരെ കൊണ്ടേ കഴുകാം. എടുക്ക. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. മോഹൻ ചെന്നിട്ട് അടുപ്പ് കത്തിക്കാനുള്ള വിറകെടുത്തിട്ടോ. അടുപ്പ് നമുക്ക് അങ്ങോട്ട് മാറ്റി കൂട്ടല്ലേ പാറു? വിറക് എവിടെയാ? അവിടെ കീറി ഇട്ടിട്ടുണ്ട്. ചെല്ല് പാറു, ഞാൻ എന്താ ചെയ്യണ്ടേ? പ്രിയൻചേട്ടനൊന്നും ചെയ്യണ്ട, ഇവിടെ ഇരുന്നാ മാത്രം മതി. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാനും എന്റെ കൂടെ ഇരിക്കല്ലേ പാറു? പ്രിയൻചേട്ടൻ എന്റെ കാലിലെ ചവിട്ടിയത്. അയ്യോ സോറി പാറു, സോറി പാറു. പ്രിയൻചേട്ടൻ ഇങ്ങനെ ചുമ്മാ വന്നാ ശരിയാവില്ല. കൂട്ടുകറിക്ക് വേണ്ട പച്ചക്കറിയൊക്കെ അരി. വഴക്കളി പാറു പറഞ്ഞ കേട്ടില്ലേ? കൂട്ടുകറിക്ക് വേണ്ട പച്ചക്കറിയൊക്കെ പോയി അരിയാൻ. നിനക്കെന്താണ് ഇവിടെ കാര്യം? അമ്മ കുക്ക് ചെയ്യുമ്പോ നീ ആ ഭാഗത്ത് പോലും വരാറില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം, നീ പോയേ. ഏയ് ഞാൻ പോയാൽ ശരിയാവില്ല. പാറു ചോദിക്കുന്നൊക്കെ എടുത്തു കൊടുക്കാൻ ഞാൻ ഇവിടെ തന്നെ വേണം, അല്ലേ പാറു? അതിനെ ഞാൻ ഇവിടെ ഉണ്ട്. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? പോവാൻ. നീ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? നിനക്ക് സെം എക്സാം നടക്കുകയല്ലേ, കുറെ പഠിക്കാനില്ലേ? പോരുന്ന പഠിക്കണി. എപ്പ പഠിക്കണമെന്ന് എനിക്കറിയാം, നീ പോയേ. നിന്നെ ഈ ഭാഗത്ത് കണ്ടുവരുന്നത്. കോളേജിലേക്ക് ഇടാൻ പുതിയ ഡ്രസ്സ് വാങ്ങിത്തരാൻ നീ എന്നോട് പറഞ്ഞില്ലേ? ഡ്രസ്സ് വാങ്ങിത്തരില്ല, ഒരു കുന്തോ വാങ്ങിത്തരില്ല. വിറകൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? ഇനി പച്ചക്കറിയൊക്കെ അരിയണം. പച്ചക്കറി ഞാൻ അറിഞ്ഞാ പറഞ്ഞു. നിന്നെ ഈ ഭാഗത്ത് കണ്ടുവരുന്നു പറഞ്ഞല്ലേ? പാറു ഇവരും ഒക്കെ നമ്മളെ സഹായിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നത് ശരിയാണോ? എടാ മോനെ, നീ ഒന്നേ വാ വാ. വെള്ളൊട്ടുചട്ടുകവും രസക്കൂട്ടിന്റെ ഉപ്പറിയോ, മംഗലമേളത്തിലും പാൽപായസം കേട്ടറിയോ. കണ്ണുചലാടാ മോരും കൂട്ടി നല്ലോണമുണ്ടാ, നളരുചി നിറയും അവിയൽ തോരനും സാമ്പാറും മനം നിറച്ചുവല്ലോ. ഞങ്ങള് സഹായിക്കണ പ്രിയ. വേണ്ട സഹോദരിച്ചി, വേണം. എല്ലാരും ഒത്തുപിടിച്ച പാചകം പെട്ടെന്ന് തീരും. ഞങ്ങൾ റെഡി. എന്ത് വേണമെന്ന് പാറു പറഞ്ഞാ മതി. എന്നാലേ ഈ പച്ചക്കറി അരിഞ്ഞോ. നോക്കി നിൽക്കാതെ അരിയടാ. മമ്പഴ കളഞ്ഞമുണ്ട് പിള്ള ഗണപതി. ജീവിത സന്ധ്യവട്ടം പുതുജീവന്റെ താളവട്ടം. കണ്ണന്റെ രാധയല്ലേ, നീരാമന്റെ സീതയല്ലേ. ആനന്ദനാളായി കൂട്ടം കൂടി ചിറകുരുമാൻ. പാറു വേർപ്പ് ഉടയ്ക്ക്, ഞാൻ തുടച്ചേരട്ടെ. നിഷ ചേച്ചി മുഴുവൻ തിന്നല്ലേ, പായസമുള്ള ശർക്കര ബാക്കി വെക്കണേ. പേടിക്കേണ്ട സൗസവും. നിഷ ചേച്ചി വരുന്നത് അറിയാവുന്നതുകൊണ്ട് 2 കിലോ ശർക്കര പ്രിയൻ അധികം വാങ്ങി വെച്ചിട്ടുണ്ട്. 4 തേങ്ങയും. എന്ത് ചെയ്യാനാ, എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിന്നോണ്ടിരിക്കും. അയ്യോ, ആഹാ, ഇത്ര വേഗം ഇവിടം വരെ ആയോ? പാറുവിനെ കുറിച്ച് അമ്മ എന്താ കരുതിയേ? എന്നാലും ക്ഷണിച്ചു വരുത്തിയവരെ കൊണ്ട് അടുക്കള പണി ചെയ്യിച്ചല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു മനപ്രയാസം. എന്തിനാ മനപ്രയാസം? നമ്മളെല്ലാരും ഒരു കുടുംബല്ലേ അമ്മേ. ഇതെന്താ പാറു? എന്റെ
വക ചെറിയൊരു സമ്മാനം. സമ്മാനം? ഗിഫ്റ്റ് കൊണ്ടുവരാൻ ഇവിടെ നടക്കുന്നത് ബർത്ത്ഡേ സെലിബ്രേഷനോ കല്യാണമൊന്നും അല്ല, പൂജ. പൂജയിൽ പങ്കെടുക്കാൻ വരുമ്പോ ആരെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരുമോ? കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി. പ്രിയൻചേട്ടൻ ഇത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അമ്മയ്ക്ക് കൊടുക്കണം. എന്ന് വെച്ചാ ഗിഫ്റ്റ് എനിക്കല്ല അമ്മയ്ക്കാണെന്ന്. അമ്മ വന്ന് വിളിച്ചിട്ടല്ലേ പാറു വന്നത്, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടൊന്നല്ല. ഇതാ പ്രിയൻചേട്ടാ. ആ, നീ തന്നെ അമ്മയ്ക്ക് കൊടുത്തോ? പ്രിയൻചേട്ടൻ തന്നെ അമ്മയ്ക്ക് കൊടുക്ക്. ദാ അമ്മേ, തുറന്നു നോക്ക്. ഞാനോ? പാറു പറഞ്ഞത് കേട്ടില്ലേ? ഇവളിത് തന്നത് എന്റെ കയ്യിലേക്കാണെങ്കിലും അമ്മയ്ക്കുള്ള ഗിഫ്റ്റാ. അപ്പൊ അമ്മ തന്നെ തുറന്നു നോക്ക്. ചേട്ടാ, നമ്മുടെ ഫാമിലി ഫോട്ടോ അച്ഛനും ഉണ്ട്. പാർവതി, ഇതുപോലൊരു ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നു. ഇവന്റെ ശ്രദ്ധക്കുറവ് കാരണം അത് നശിച്ചുപോയി. ഞങ്ങള് 4 പേരും കൂടെയുള്ള ഫോട്ടോ ഇനി ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു. പക്ഷെ ഇത് കാണുമ്പോ അദ്ദേഹം വീണ്ടും ഞങ്ങൾക്കിടയിലേക്ക് തിരിച്ചു വന്നതുപോലെ ഒരു തോന്നല്. ഇതിന് ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയേണ്ടത്? നന്ദിയോ? എന്തിന്? അമ്മയുടെ സന്തോഷം കണ്ടപ്പോ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു. എടാ പ്രിയ, നിന്റെ അച്ഛനെ നോക്ക്, കണ്ണും ചിരിയെല്ലാം അതുപോലെ തന്നെയല്ലേ? അദ്ദേഹം മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെയല്ലേ? അമ്മ പറഞ്ഞ ശരിയാ, അച്ഛനെ നേരിൽ കാണുന്ന പോലെ തന്നെയുണ്ട്. പാറു, നീ ഇങ്ങനൊരു ഗിഫ്റ്റ് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. പ്രിയ, മുഴുവൻ ക്രെഡിറ്റും പാറിന് കൊടുക്കല്ലേ. പകുതി ക്രെഡിറ്റ് എനിക്ക് അവകാശപ്പെട്ടതാ. അമ്മയ്ക്ക് സന്തോഷായി, പ്രിയൻചേട്ടന് സന്തോഷായി, ദർശനയ്ക്ക് സന്തോഷായി, നന്ദി പറഞ്ഞപ്പോ പാറുവിന് സന്തോഷായി, പകുതി ക്രെഡിറ്റ് എടുത്തപ്പോ മോഹൻ ചേട്ടന് സന്തോഷായി. പക്ഷെ എനിക്ക് മാത്രം ഒരു സന്തോഷവും ഇല്ല. നീ എന്താ അങ്ങനെ പറഞ്ഞേ? നല്ല സൂപ്പർ സദ്യ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ, അത് നല്ല ചൂടോടെ ഇങ്ങനെ കുഴച്ച് ഉരുട്ടി ഉരുട്ടി കഴിക്കുമ്പോഴാ എനിക്ക് സന്തോഷം ഉണ്ടാവുക. ഇങ്ങനൊരു സാധനം ഏത് സമയത്ത് എന്ത് പറയണമെന്ന് അറിയില്ലേ മണ്ടൂസിന്? സൗന്ദര്യ വഴക്ക് പറയണ്ട, അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഈ ഫോട്ടോ കണ്ട സന്തോഷത്തില് ഞാൻ എല്ലാം മറന്നുപോയി. ഞാനിപ്പോ ഇലയിടാം, എല്ലാരും കൈ കഴുകിട്ട് വാ. ഞങ്ങള് വിളമ്പി കൊടുത്തോളാമേ. വാ, എല്ലാരും വാ.